നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോഴിപ്പൂവിനെ കുറിച്ചാണ്. വെൽവെറ്റ് ചെടി എന്നും ഇത് അറിയപ്പെടുന്നു. അമരാന്തേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെലോഷിയ സ്പൈക്കേറ്റ എന്നാണ്. ഇത് ഒരു ഉദ്യാന സസ്യമാണ്. ചൈന, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് ഒരു ഏകവർഷി സസ്യമാണ്. ഏകദേശം 1 മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരുന്നു. ഇളം പച്ചനിറത്തിലുള്ള ഇതിൻ്റെ ഇലകൾ ഇലത്തണ്ടോടുകൂടി ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. നീളമുള്ള ഇതിൻ്റെ ഇലയുടെ 2 അറ്റവും കൂർത്തതാണ്. പച്ച കലർന്ന ചുവപ്പ് നിറത്തിലുള്ള തണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. വളരെയധികം മനോഹരമായ പൂക്കളാണ് ഇതിനുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെയധികം മൃദുവും വെൽവെറ്റ് പോലുള്ളതുമാണ് ഇതിൻ്റെ പൂക്കൾ. ഒറ്റക്കുലയിൽ ഉയർന്ന് പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങളിലായി പൂക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. പൂക്കളുടെ അടിഭാഗത്തായി കറുത്ത നിറത്തിലുള്ള വിത്തുകളും ക്രമീകരിച്ചിരിക്കുന്നു. വിത്തുപാകിയും തൈനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ചീരയോട് സാദൃശ്യമുള്ള ഇത് ഭക്ഷ്യവസ്തുക്കൾ അലങ്കരിക്കുവാനും ഉപയോഗിച്ചു വരുന്നു. കോസ്മെറ്റിക് ആവശ്യങ്ങൾക്കായി ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ വെൽവെറ്റ് ചെടി നല്ല മൃദുത്വമുള്ള സാധനമാണ്. അതിൻ്റെ ഉപയോഗം വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് നല്ല ഒരു പോഷകസമൃദ്ധമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. അത് അധികം കഴിക്കാൻ പറ്റില്ല. അത് ദിവസേന കുറേശ്ശെ എടുത്തിട്ട് ഒരു 2 ഗ്രാം വീതം അത് തേനിൽ ചാച്ച് 2 നേരം കൊടുത്താൽ ഈ ആസിഡിറ്റിക്ക് ഗ്യാസ്ട്രൈറ്റീസിന് വളരെ നല്ലതാണ്. മാത്രമല്ല അതിൽ ഈ ന്യൂട്രീഷൻ ഉള്ള കാരണം ശരീരത്തിന് കുറച്ച് ഈ എനർജി കിട്ടും. പിന്നെ ഇത് ഈ കോസ്മെറ്റിക് പ്രോബ്ലത്തിന് കോസ്മെറ്റിക്കായിട്ടാണ് ഉപയോഗിക്കുക. അതായത് ഇതിട്ടിട്ട് എണ്ണ മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് ദിവസേന മുഖത്ത് തേച്ച് കുളിക്കുക. അപ്പോൾ ഈ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ്സിന് അത് വളരെ നല്ലതാണ്. പിന്നെ ഇത് തന്നെ കുറേ ഒന്നിച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല മൃദുത്വം കിട്ടും.